ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക വായനാ ദിനമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായന മാത്രമായിരുന്നു ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. അത് മറ്റൊരു എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ വരുന്ന ടി വിയിലെ കാഴ്ചകളും അതിനു മുന്നേ എന്ന് പറയുന്നത് വായനയായിരുന്നു. വായന എന്ന് പറയുന്നത് അത്രമാത്രം മനുഷ്യൻ അവൻ്റെ വിദ്യാഭ്യാസത്തിനും അറിവിനും ഒക്കെ ഏറ്റവും വലിയ ഇത് പറയുന്ന വായന തന്നെയാണ്. അന്ന് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആഴ്ചപ്പതിപ്പുകളുണ്ടായിരുന്നു, ദ്വൈവാരികളുണ്ടായിരുന്നു, മാസികകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈബ്രറികളിൽ പോലും ആളുകളിങ്ങനെ ഇരുന്ന് വായിക്കുന്നത് നമുക്ക് കാണുന്ന ഒരു രസകരമായ കാഴ്ചകളായിരുന്നു പണ്ടത്തെ കാലത്ത്. പക്ഷേ ഇന്നിപ്പോൾ ആരും ലൈബ്രറിയിൽ പോലും ഒരു മനുഷ്യനെ അങ്ങനെ കാണാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം മൊബൈലിൽ കൂടെ തോണ്ടുകയാണ്. അതായത് ലോകത്തിലെ എനിക്ക് തോന്നുന്നൊരു 40% ആൾക്കാരെങ്കിലും ഇപ്പോഴും തോണ്ടലാണ് മൊബൈലിൽ കൂടെ. കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലുമാണ്. കാരണം കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മൊബൈലിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള മനുഷ്യർ വരെ മൊബൈലിനെയാണ് ആശ്രയിക്കുന്നത്. തോണ്ടലാണ്. പക്ഷെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഭാവന വളരാനും മറ്റൊരാൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവനയിൽ വായിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ബുദ്ധി ഉണരത്തുള്ളൂ. അതാണ് നമുക്ക് ഏകാഗ്രത കിട്ടുന്നതും കാര്യങ്ങളും അല്ല. മറ്റൊരാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു സിനിമ ആയിക്കോട്ടെ, ഒരു ടെലിവിഷൻ പരമ്പര ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇപ്പം FM വരെ ഇതുകളായി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ ഭാവന മറ്റൊരാളുടെ ഭാവന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സ്വന്തം ഭാവനയല്ല. വായനയിലൂടെയാണ് നമ്മുടെ സ്വന്തം ഭാവന വളരുന്നതും നമ്മുടെ അറിവുകൾ വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഉന്നതികളും ഉണ്ടാകുന്നതും. ഇത് പ്രത്യേകിച്ച് കുട്ടികളോട്, ഇന്നത്തെ കാലത്തെ കുട്ടികളെ നമ്മൾ ബോധവാന്മാരാക്കണം. കാരണം കുട്ടികൾ വരെ ഇന്ന് നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടേ അച്ഛനും അമ്മയും അവർക്ക് വഴക്കില്ലാതിരിക്കാനായിട്ട് മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത്. അത് പുസ്തകമല്ല, അതുകൊണ്ട് മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത്. ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇവരെന്നും എത്ര വയസ്സായാലും ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും ഈ ലോക വായനാ ദിനത്തിന് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അതിന് മുന്നേ ഈ അവസരത്തിൽ ലോകത്തിലെ ക്ലാസിക്കുകൾ എഴുതിയ എല്ലാവർക്കും ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് ലോക വായനാ ദിനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.